ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 97 റിവ്യൂ ആണ്. റീ എൻട്രികൾ ഹൗസിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ സ്ഥിരമായി കാണുന്ന എന്താണ്, അവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനോട് ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ടാവും, അവരോട് സ്നേഹത്തിൽ സംസാരിക്കുക, അവർക്ക് ചില ഹിൻഡുകളൊക്കെ ഇട്ട് കൊടുക്കുക എന്നീ പരിപാടികളൊക്കെ ആയിരിക്കും. എന്നാൽ സീസൺ 6ലേക്ക് റീ എൻട്രികൾ വന്ന സമയത്ത് അവർ ഈ ഹിൻഡുകൾ ഇട്ട് കൊടുക്കുന്നുമില്ല, അവർ അവരുടേതായിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആർക്കും ഈ പറയുന്ന പുറമേ കാണിക്കുന്ന തരത്തിലേക്കുള്ളതല്ലാത്ത ഈ പറയുന്ന സ്നേഹമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉള്ളിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ അകത്തേക്ക് വന്ന കണ്ടസ്റ്റൻസിൽ പല ആൾക്കാർക്കും ദേഷ്യമുണ്ട്, പുറത്തു പോയതിൻ്റെ ഒരു ദേഷ്യമുണ്ട്, വിഷമമുണ്ട്. അപ്സര പ്രകടിപ്പിക്കുന്നത് വിഷമമാണ്, ശരണ്യ പ്രകടിപ്പിക്കുന്നത് ദേഷ്യമാണ്, അൻസിബ പ്രകടിപ്പിക്കുന്നത് അമർഷമാണ്. അതുപോലെയുള്ള കുറേയധികം കാര്യങ്ങളാണ് നമുക്ക് ഹൗസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. രതീഷ് വളരെ നിഷ്കളങ്കമായിട്ട് തന്നെയാണ് ഗെയിമിനെ നോക്കി കാണുന്നത്. കാരണം അദ്ദേഹം ആദ്യം തന്നെ പുറത്തേക്ക് പോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിം ഇവിടെ ഓക്കെ അല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ ഗെയിം അദ്ദേഹത്തിനേക്കാളും നല്ലതാണ് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഗബ്രി വളരെ ജെന്യൂനാണ്. ഗബ്രി ആരോട് ജെന്യൂനാണ്? ജാസ്മിനോട് വളരെയധികം ജെന്യൂനാണ്. റസ്വിൻ ഭയങ്കര ഉടായ്പാണ്. പുറത്തു പോയപ്പോഴത്തേന് വേറെ ചില കാര്യങ്ങൾ പറയുന്നു, അകത്ത് വന്നിട്ട് വേറെ ചില കാര്യങ്ങൾ പറയുന്നു. ഇതിങ്ങനെ മൊത്തത്തിൽ മിക്സപ്പായി കിടക്കുകയാണ്. എന്നാൽ ഇവരിങ്ങനെ ചേർന്ന് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളാണ്. അത്തരത്തിലുള്ള ചില കാഴ്ചകളൊക്കെയാണ് ഹൗസിൽ നമ്മൾ കണ്ടത്. ഇന്ന് അൻസിബ ഹൗസിലേക്ക് വന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഹൗസിൽ ചില കണ്ടൻസ് റാങ്കുകളൊക്കെ ഉണ്ടത്രേ, അവർക്ക് ബോട്ടുകളൊക്കെ കാര്യമായിട്ട് ഉണ്ടത്രേ, ആ ഒരു ബോട്ടുകളാണ് വോട്ടുകളൊക്കെ കൊടുക്കുന്നത്. ശരിക്കും ഇതൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ ഈ ബോട്ട് വെച്ചിട്ട് വോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് ബോട്ടുകളെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാൻ പറ്റുന്നത്. ഈ ഹോട്ട്സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഈ പറയുന്ന മറ്റേ യൂട്യൂബിൽ പോളിൽ കയറി അടിക്കുന്ന ബോട്ടൊന്നും വർക്ക് ആവത്തില്ല. ഇത് പെയ്ഡ് അക്കൗണ്ടുകളിൽ നിന്ന് കൊടുക്കുന്ന ബോട്ടുകളാണ്. ഇമാതിരി ഡയലോഗുകളൊക്കെ ഹൗസിൽ വന്ന് അടിക്കുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഇഷ്ടമില്ലാത്ത ഗെയിമർ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് ഇഷ്ടമുള്ള ഗെയിമറാണ് വിജയിക്കുന്നെങ്കിലോ. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് കപ്പ് നേടുന്ന ആൾക്ക് വീണ്ടും സൈബർ അറ്റാക്ക് ആണ്. അത് ആർക്കും കിട്ടാത്തതില്ല. എല്ലാ ആൾക്കാർക്കും കപ്പ് കിട്ടുന്ന സമയത്ത് പറയും ഇത് ബോട്ട് വെച്ചിട്ട് അടിച്ച വോട്ടാണ്, ബിഗ് ബോസ് ഒരു ഫേവറേറ്റിസം കാണിച്ചാണ് അങ്ങനെ കൊടുത്ത കപ്പാണ്. ഇങ്ങനെ പല 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 ആരോപണങ്ങൾ ഉയർന്നു വരും. അപ്പോഴത്തേനും അവർക്ക് ആ ഒരു വിജയം ആസ്വദിക്കാനായിട്ടോ ആഘോഷിക്കാനായിട്ടോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇമാതിരി റീ എൻട്രി ടീമുകൾ അകത്തോട്ട് വന്നിട്ട് കാണിക്കുന്ന കുത്തിത്തിരിപ്പുകൾ സത്യം പറഞ്ഞാൽ ലൈവിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് വെറുപ്പുണ്ടാക്കുന്നതായിരുന്നു. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഒരു കാര്യം ആദ്യം തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, അഭിഷേകിന് ഒരു ചെറിയ വിഷമം. അദ്ദേഹം അമ്മയ്ക്ക് എഴുതിയ ഒരു കത്ത്, അത് തന്നിലേക്ക് ഒരു സഹതാപത്തിൻ്റെ തരംഗം അടിപ്പിക്കുന്നു. അത് ഭയങ്കര ഇമോഷണലായിട്ട് ആളുകൾ നോക്കി കാണുന്നു. ശരിക്കും എന്തിനാണ് ചങ്ങായി അതൊക്കെ ഓർത്തിട്ട് വിഷമിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അഭിഷേകിനെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്, ഇമോഷൻസ് സ്വന്തം ഇമോഷൻസ് ആണ്, വല്ലോൻ്റെ ഒന്നുമല്ല, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പേടിയാണ്. എന്തിനാണ് പേടി? അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അവരെ ആൾക്കാരെന്തോ മാസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വെച്ചിരിക്കുകയാണ്. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അവരോട് ആരെങ്കിലും അനുകമ്പ കാണിച്ചു കഴിഞ്ഞാൽ അത് അവരെ എന്തോ ബാധിക്കുന്ന സംഗതിയാണ്. എങ്ങനെ ബാധിക്കും? ഇവരൊക്കെ ആരാണ്? എല്ലാവർക്കും അവരാണ് പ്രയോറിറ്റി. ഇപ്പം അഭിഷേകിൻ്റെ കൂട്ടുകാർക്ക് അഭിഷേകാണോ പ്രയോറിറ്റി? അല്ല, അവർക്ക് അവരാണ് പ്രയോറിറ്റി. അഭിഷേക് മാസാണ്, അഭിഷേക് സൂപ്പറാണ് എന്ന് കമൻറ്റ് ബോക്സിൽ ആരെങ്കിലുമൊക്കെ പറയും. എന്നാലും അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുമ്പം അവരുടെ പ്രയോറിറ്റിയിലേക്ക് പോകും. പിന്നെ ഈ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നത്? ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ടപ്പെട്ടവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് ബോറടിക്കും, വെറുക്കും. അവർ സ്ഥിരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളോട് വയ്ക്കാനായിട്ട് മടി കാണിക്കും. സ്ഥിരമായിട്ട് നിങ്ങളുമായിട്ട് പാർട്ണർഷിപ്പിന് ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുക. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധവും അതിങ്ങനെ രസകരമായിട്ട് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി മാത്രം വെച്ച് പുലർത്തിയാൽ മതി. ഇയാൾ ചുമ്മാ ഇങ്ങനെ മസിലും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയാൾ എന്തിനാണ് തൻ്റെ അമ്മയോട് തനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളാണ് താൻ ആ ഒരു കത്തിൽ എഴുതിയത്. അതിനെ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്താലും താനത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ആൾക്കാരെ സഹതാപം എടുപ്പിച്ച് എന്തിനിതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? അതങ്ങനെ ഒരു പാവം ചെറുക്കൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മിടുക്കനാണെങ്കിലും നമുക്ക് ചില കാര്യങ്ങളിൽ വിഷമം വരും. ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഭയങ്കര പേടിച്ചാണ് വയ്ക്കുന്നത്. രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി ഇങ്ങനെ നടക്കും. എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ വളരെ ആലോചിച്ച് വെക്കും. സംസാരിക്കുന്നതെല്ലാം ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആണ്. ആ മച്ചാന് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ടെന്ന് തോന്നുന്നു. ഹൗസിൽ വന്നിട്ട് ഇപ്പോൾ സായിയൊക്കെ സീക്രട്ട് ഏജൻറ്റ് സായി ആയിട്ട് മാറി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ശരിയാണ്, ആൾക്കാർ കുറേ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ പറയും, ഈ മസിൽ പിടുത്തം വിട്ടിട്ട് മനുഷ്യനായി കഴിഞ്ഞാൽ. പക്ഷെ ആ പറയുന്നവന്മാരെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എനിക്ക് അഭിഷേകിനെ കണ്ട സമയത്ത് തോന്നിയത്. പറഞ്ഞപ്പോൾ ഇതിൽ നീണ്ടുപോയെങ്കിലും എനിക്ക് വളരെ വിഷമം തോന്നി.
അയാൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പൂജ ഏതായാലും നല്ല മറുപടികൾ കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി എപ്പിസോഡ് 97 റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ലൈവിനകത്ത് കണ്ടതാണ്, ഈ ജാൻമണിയുടെ പണക്കവും പരിപാടിയും തന്നെയാണ് ഇന്ന് മെയിനായിട്ടുണ്ടായിരുന്നത്. ചുമ്മാ സൗന്ദര്യ പണക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അയാൾ എവിക്റ്റ് ചെയ്തതിനുള്ള പ്രശ്നങ്ങൾ, അയാളിപ്പോൾ തിരിച്ചു പോവുകയാണെന്ന് പറയുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണോ അവരുടെ ഓരോരോ രീതികൾ. അവർക്ക് ഈ ഗെയിമിൻ്റെ നിയമാവലികളൊന്നും കാര്യമായിട്ടുള്ള ഐഡിയ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അൻസിബ ഇന്ന് അലമാരിയിൽ ഹൗസിലേക്ക് വരുന്ന രംഗങ്ങളാണ് എപ്പിസോഡിൽ ആദ്യം നിങ്ങൾ കണ്ടത്. ഋഷി കുറേ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഗബ്രിയെ കാത്ത് ജാസ്മിൻ ഇരുന്നത് പോലെയുള്ള കാത്തിരിപ്പാണ് ഋഷിയും കാത്തിരുന്നത്. അൻസിബ വന്ന സമയത്ത് ഋഷിക്ക് ഒരു വലിയ ആശ്വാസമായി. അൻസിബ ബിഗ് ബോസിൻ്റെ ലൈവും അല്ലെങ്കിൽ എപ്പിസോഡും ഒന്നും അധികം കാണാറുണ്ടായിരുന്നില്ല. ഋഷി അൻസിബയെക്കുറിച്ചിട്ട് ഓർക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ മാത്രം അൻസിബയ്ക്ക് അയച്ചു കിട്ടുന്ന സമയത്ത് കാണാറുണ്ടായിരുന്നു. വലിയ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. അവർ തമ്മിലുള്ള മനോഹരമായിട്ടുള്ള ബോണ്ടിൻ്റെ ചില വിഷ്വൽസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗബ്രി വന്നത് തന്നെ ജാസ്മിന് വേണ്ടിയാണ്. വരാൻ തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വളരെ ജെന്യുവനായിട്ട് ജാസ്മിനോട് സംസാരിക്കുന്ന ഒരേ ഒരാളായിട്ട് ഗബ്രിയാണ് കരുതുന്നത്. ഗബ്രി ജാസ്മിനോട് സംസാരിക്കുകയാണ്. ഈ ദിവസങ്ങളിലേക്ക് വരുന്ന സമയത്ത് ജാസ്മിൻ്റെ ഒരു പെരുമാറ്റത്തിൽ ചില അപാകതകളുണ്ട്. അപാകതകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയിട്ട് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ സമീപിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പേടിയൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും പേടിയുണ്ടാവും. കാരണം അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള കമൻസ് അത് ഗബ്രിയിൽ നിന്നും റസ്മിനിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് അകത്തേക്ക് വന്ന സമയത്ത് ജാസ്മിൻ്റെ അടുത്ത് ഒന്നും അറിയാത്തതുപോലെ പെരുമാറിയ ഒരു വ്യക്തിയാണ്. ഗബ്രി ആണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബാക്കിയുള്ള ആളുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ജാസ്മിൻ അപ്പോഴത്തേനും വളരെ കോൺഷ്യസ് ആയിട്ട് ഒരു ഗെയിം പോലെ, അവസാന ദിനങ്ങളിൽ ഒരു ഗെയിം പോലെ കാര്യങ്ങളെ സമീപിക്കുകയാണ്. ഗബ്രി ജാസ്മിന് കൊടുത്ത വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഉപദേശമുണ്ട്. പുറത്തിറങ്ങുന്ന സമയത്ത് നിനക്ക് ഏറ്റവും പ്രയോറിറ്റി നീ തന്നെ ആയിരിക്കണം. ഫാമിലിയെ മാത്രം നോക്കിയാൽ മതി. ഓവർ എക്സൈറ്റഡ് ആവരുത്. ആളുകളുടെ പുകഴ്ത്തലുകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഡിപ്രസ്ഡും ആവരുത്, ഓവറായിട്ട് ഡിപ്രസ്ഡ് ആവരുത്. അതിനുള്ള സാധ്യതകളൊക്കെ പുറത്ത് വരുമുണ്ടല്ലോ, അത്രയധികം ഹെയ്റ്റ് ഉണ്ട്. ഗബ്രി വളരെ മച്ചുവർ ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു നിമിഷം വരെ ജാസ്മിനെ കൈവിടാതെ ഗബ്രി നിന്നിട്ടുണ്ട് എന്നുള്ളത് ജാസ്മിനോട് പറയുന്നു. പുറത്തിറങ്ങി വരുന്ന സമയത്തും ആരുമില്ലെങ്കിലും ഗബ്രി ഉണ്ടായിരിക്കുമെന്നും പറയുന്നു. അങ്ങനെ ആ ഒരു വാക്കുകളൊക്കെ നല്ല രീതിയിൽ പാലിച്ച ഒരേ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന് എനിക്ക് തോന്നിയ വ്യക്തി ഗബ്രിയാണ്. പുറത്തിറങ്ങിയ സമയത്ത് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം വിമർശനങ്ങളെയും അതേപോലെ തന്നെ വ്യക്തികളെയൊക്കെ ഹാൻഡിൽ ചെയ്തത്. അതിനുശേഷം സുരേഷ് ഏട്ടൻ കൺഫെഷൻ റൂമിൽ കൂടെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ശബ്ദം കൊണ്ട് ഹൗസിൽ ഒരു ചെറിയ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് അദ്ദേഹം ഹൗസിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു ചെറിയ മേക്ക് ഓവറൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. വളരെയധികം യങ്ങായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വളരെ രസകരമാണ്. ഇതിനുശേഷം KP നമ്പൂതിരിസിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു. കണ്ടസ്റ്റൻസ് എല്ലാം ഇങ്ങനെ നിരന്നിരിക്കുന്ന ആ ഒരു ഫ്രെയിം കണ്ട സമയത്ത് വലിയ സന്തോഷം തോന്നി. പല ആൾക്കാരെ നമ്മൾ വെറുതെ പുറത്തേക്ക് വിട്ടു എന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബഹളം ഉണ്ടല്ലോ, അത് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം എല്ലാവരും കൂടെ വെച്ചിട്ട് ഗെയിം എന്നുള്ള രീതിയിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മടുക്കുകയും ചെയ്യും. പിന്നീട് പ്രസീത ചാലക്കുടിയുടെ ഒരു ഗാനമേളയായിരുന്നു. പ്രസീതയുടെ ഗാനമേള എല്ലാവർക്കും പറ്റണ ഒരു ഗാനമേളയല്ല. മണിച്ചേട്ടൻ്റെ ചില ഗാനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പാടുന്ന ഗായകരൊക്കെ അവിടെയുണ്ട്. പ്രസീത പിന്നെ ഭയങ്കര വൈബുള്ള ഒരാളാണ്. നല്ല മനോഹരമായിട്ടുള്ള ആലാപനങ്ങൾക്കിടയിൽ കുറേ അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളും അവരുടെ ഗാനമേളയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്റ്റെപ്പുകളും അവരുടെ ഗാനമേളകളിൽ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനായിരുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആണ്. കണ്ടസ്റ്റൻസിന് അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കലാവിരുന്ന് കൊടുത്ത ബിഗ് ബോസിനോട് എനിക്ക് സ്നേഹം തോന്നി. ഗാനമേളയിലെ ഗായകരെക്കാളും കൂടുതൽ പെർഫോം ചെയ്ത വ്യക്തി ജിൻഡോയാണ്. നാട്ടിൻപുറങ്ങളിലെ ഗാനമേളകളിൽ, പള്ളിപ്പെരുന്നാളുകളിലെയൊക്കെ ഗാനമേളകളിൽ കട്ടറം അടിച്ച് പുഴുവായി എഴയുന്ന നാട്ടിൻപുറത്തെ ഏതോ ഒരു ചേട്ടനെയൊക്കെ ജിൻഡോ അവിടെ അഭിനയിച്ച് ബലിപ്പിക്കുന്നുണ്ടായിരുന്നു. അപാരമായിട്ടുള്ള അഭിനയമാണ്. ഇത് അഭിനയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടുണ്ടായിരുന്നത് ഈ ആഴ്ചത്തെ ഗെയിമിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജാസ്മിനും ഗബ്രിയും വീണ്ടും സംസാരിക്കുകയാണ്. ആ ഒരു സംസാരം ക്ലാരിറ്റി ഇല്ലാത്ത സംസാരമാണ്. എന്താണ് അവർ പറയുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ജാസ്മിൻ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ അവർ അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ മറ്റേ പാല് കാച്ചൽ കല്യാണം എന്നതുപോലെ രണ്ടും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഒരു സൈഡിൽ മറ്റേ ശരണ ഇരുന്നിട്ട് കുറ്റം പറയുന്നു. ശരണ മറ്റേ ഹേറ്റേഴ്സിൻ്റെ വേടുണ്ടല്ലോ, മുല്ല, ആ ഒരു വേടൊക്കെ എടുത്തിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ട് ജാസ്മിനെ കുറിച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് ആകുലപ്പെടാൻ വേണ്ടിയുള്ള എന്ത് സംഭവമാണെന്ന് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. എന്തെങ്കിലും കാട്ടി ഏതിലേലും പോട്ടെ എന്ന് വിചാരിക്കണം. ഭയങ്കരമായിട്ടുള്ള ആകുലത. ആ ഒരു ആകുലതയാണ് പല ആളുകൾക്കുള്ളത്. നേരത്തെ എവിക്റ്റായി പോയ പല ആളുകൾക്കുള്ളത്. അവർ പുറത്തിറങ്ങിയിട്ട് അവരല്ലാത്ത വേറെ എല്ലാ ആൾക്കാരും മോശമാണെന്ന് ഇങ്ങനെ പറഞ്ഞങ്ങ് പരത്തും. പിന്നീട് അതിവൈകാരിക നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു മ്യൂസിക്കൽ വീഡിയോ പ്രസൻറ്റേഷൻ ആയിരുന്നു.
പതിവ് പോലെ തന്നെ എല്ലാവരും കരയുന്നത്. എന്തിനാണിത് ഇപ്പോൾ പാട്ടിട്ട് കരയിപ്പിക്കുന്നത്? എന്നും കരച്ചിൽ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു കരച്ചിലിനകത്തൊക്കെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് പുറത്തായ കണ്ടസ്റ്റൻസ് ഒക്കെ ആയിരുന്നു. അവർ നല്ല രീതിയിലുള്ള ഇൻപുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഗെയിമിനൊരു ഫോക്കസ് ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയും, അതിൻ്റെ പുറകെ എല്ലാവരും കൂടെ പോകും. മറ്റേ ജാസ്മിന് വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും കൂടെ ആ പുറകെ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ ഒരു ഫോക്കസ് ഇല്ല, ആർക്കും ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു കരച്ചിലൊന്നും കണ്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്തോന്ന് കരച്ചിൽ, മറ്റേ ലാലേട്ടൻ ഹലോയ്ക്കകത്ത് പറയുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കരയുന്ന സമയത്തെ അങ്ങനെ മലയാള സിനിമയിൽ ഒരു മകനും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എന്തോന്ന് കരച്ചിലും മോനെ, ഇതിനേക്കാളും ഒച്ചത്തിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, അന്ന് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞ് പുള്ളി പറയുന്നൊരു ഡയലോഗുണ്ട്, ഭയങ്കര രസമാണത്. ഇതിനുശേഷം ജിൻഡോ ഗബ്രിയുടെ അടുത്ത് പോയി കരയുന്നുണ്ട്. ഈ വീക്കിൽ ഒരു സ്പെഷ്യൽ ഗെയിം ആണോ എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനുശേഷമാണ് നമ്മൾ അഭിഷേകിൻ്റെ ലെറ്റർ എഴുതിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷമം പങ്കുവയ്ക്കലൊക്കെ കണ്ടത്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ലൈവിൽ എനിക്ക് അത്യാവശ്യം ബോറിംഗ് ആയിട്ടുള്ള കുറേയധികം നിമിഷങ്ങളുണ്ടായിരുന്നു. പഴയ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ ചിലപ്പോൾ റിവ്യൂ ഉണ്ടാവില്ല, വീട്ടിലൊരു ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന ആ ഒരു ബഹളത്തിലൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ഗ്രാൻഡ് ഫിനാലേക്കായിരിക്കും ഞാൻ വരിക. നാളെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഏതായാലും ഈ സീസൺ മൊത്തത്തിൽ കുളമായിപ്പോയി. കാരണം നമുക്ക് ഒരു ഫോക്കസ് ഇല്ല ഗെയിം റിവ്യൂ ചെയ്യാനായിട്ട്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറില്ല, നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടറില്ല. നമ്മൾ മൊത്തത്തിൽ ഒരു പ്രതിഷേധ മൂഡിലാണ് റിവ്യൂ ഒക്കെ ചെയ്യുന്നത്. ഗെയിമേഴ്സിൻ്റെ ഒന്നും പ്രത്യേകിച്ച് വാല്യൂ ഒന്നും പ്രേക്ഷകരും കൊടുത്തില്ല ഈ സീസണിൽ. മൊത്തത്തിലൊരു അലമ്പ് പരിപാടി. നമുക്ക് ഒന്നും കിട്ടിയില്ല. എന്നുവെച്ചാൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഓർത്ത് ഇരിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടാസ്ക് ഒന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.